കേരള രാഷ്ട്രീയത്തെ തീപിടിപ്പിച്ച സോളാർ തട്ടിപ്പ് കേസ് ആരും അങ്ങനെ മറക്കാനിടയില്ല. സരിത നായരും ബിജു രാധാകൃഷ്ണനും ഉൾപ്പെടെ പ്രതികളായ കേസ് കോൺഗ്രസ് സർക്കാരിനെ പിടിച്ചുകുലുക്കിയതാണ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ആ കേസ് ഒട്ടേറെ മനുഷ്യരുടെ ജീവിതം തന്നെ തകർത്തതാണ്. എന്നിട്ട് ആ പ്രതികൾക്ക് എന്ത് സംഭവിച്ചു? ബിജുവും സരിതയുമൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ ഒരാകാംക്ഷ കാണുമല്ലേ? ബിജു രാധാകൃഷ്ണനെ തേടി ഞങ്ങളൊരു അന്വേഷണം നടത്തി. എന്നാൽ ബിജു രാധാകൃഷ്ണൻ എന്ന പേരിൽ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പകരം ബിജു വർഗീസ്, ബിജു ജോർജ്, ബിജു പൗലോസ് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഒരാളിലേക്കാണ് ഞങ്ങളുടെ അന്വേഷണം എത്തിയത്. പണി പഴയതു തന്നെ, തട്ടിപ്പ്. ഇത്തവണ സോളാറിന് പകരം ചാരിറ്റിയുടെ മറവിലാണ് ഏർപ്പാടുകൾ. സന്നദ്ധ സംഘടനകൾക്ക് CSR ഫണ്ട് വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം നൽകിയുള്ള കോടികളുടെ തട്ടിപ്പിന് പിന്നിൽ ആ പഴയ ബിജു രാധാകൃഷ്ണൻ തന്നെയാണ്. കൊച്ചിയിൽ ഉൾപ്പെടെ വലിയ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയുള്ള അയാളുടെ തട്ടിപ്പ് എങ്ങനെയാണ്? ആരൊക്കെയാണ് കൂട്ടാളികൾ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കേരളത്തിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റുയർത്തിയ സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണനെ മലയാളികൾ അത്ര വേഗം മറക്കാനിടയില്ല. സരിത നായർക്കൊപ്പം നമ്മളേറെ ചർച്ച ചെയ്ത പേരാണ്. കുറച്ച് നാളുകളായി അയാളെക്കുറിച്ചൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അതിനിടെ ബിജുവിനെ തേടിയുള്ള ന്യൂസ് 18 അന്വേഷണം എത്തിയത് മറ്റൊരു തട്ടിപ്പിലേക്ക്. ഇത്തവണ സോളാറിന് പകരം CSR ഫണ്ടിൻ്റെ പേരിലാണ് തട്ടിപ്പ്. സന്നദ്ധ സംഘടനകൾക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ട് വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം നൽകി നിരവധി പേരെയാണ് ഇയാൾ കബളിപ്പിച്ചത്. തട്ടിപ്പിന് കൂട്ട് മുൻ പോലീസ് ഉദ്യോഗസ്ഥനും ഒരു അഭിഭാഷകയുമുണ്ട്. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. സന്നദ്ധ സംഘടനകൾക്ക് CSR ഫണ്ട് നൽകാനെന്ന പേരിൽ കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരിൽ ഒരാളായ ബിജു രാധാകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായ സോളാർ കേസിലെ മുഖ്യപ്രതി എവിടെന്ന അന്വേഷണമാണ് ഞങ്ങളെ കൊച്ചി കാക്കനാടുള്ള മെറിഡിയൻ എന്ന സ്ഥാപനത്തിലെത്തിച്ചത്. സന്നദ്ധ സ്ഥാപനങ്ങൾക്ക് വൻകിട കോർപ്പറേറ്റുകളിൽ നിന്നും സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ടെന്ന CSR തരപ്പെടുത്തി നൽകാമെന്ന പേരിൽ കോടികൾ തട്ടിയെടുക്കലാണ് ബിജുവിന്റെ പുതിയ ബിസിനസ്. വെറുമൊരു തട്ടിപ്പല്ല ബിജു രാധാകൃഷ്ണൻ നടത്തിയത്. രോഗികളുടെയും ആലംബഹീനരുടെയും കണ്ണീരൊപ്പുന്ന സന്നദ്ധ സംഘടനകളുടെ വിശ്വാസ്യതയാണ് മുതലെടുത്തത്. സോളാർ തട്ടിപ്പ് കാലത്തെ ഡോക്ടർ RB നായർ എന്ന പേരും യഥാർത്ഥ പേരായ ബിജു രാധാകൃഷ്ണനും മാറ്റി ബിജു ജോർജ്, ബിജു വർഗീസ്, ബിജു പൗലോസ് എന്നീ പേരുകളിലാണ് ബിജു ഇരകളെ വീഴ്ത്തുന്നത്. പേരിലെ മാറ്റം ഓഫീസിലുമുണ്ട്. ഓഫീസിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചിഹ്നങ്ങളുമാണ്. ഭാര്യയെ കൊന്ന കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന ബിജുവിനായി സുപ്രീം കോടതിയിൽ വാദിച്ച് കുറ്റവിമുക്തനാക്കിയ കൊച്ചിയിലെ വനിതാ അഭിഭാഷകയുടെ പേരിലുള്ള ആഡംബരക്കാരാണ് ബിജു ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് 1000 കോടിയോളം ചെലവ് വരുന്ന ജൈവ കൃഷി പദ്ധതിയുമായി ബന്ധപ്പെട്ട CSR ഫണ്ടിനായാണ് ഞങ്ങൾ ട്രസ്റ്റ് ഭാരവാഹിയോടൊപ്പം ബിജുവിന്റെ ഓഫീസിലെത്തിയത്. ഏപ്രിൽ മാസത്തിനുള്ളിൽ 1500 കോടി രൂപ തരപ്പെടുത്തി നൽകാമെന്ന് ബിജുവിന്റെ ഉറപ്പ്. ലഭിക്കുന്ന പണത്തിന്റെ 60% തുക മാത്രം പദ്ധതിക്കായി ചെലവഴിച്ചാൽ മതിയാകും. ബാക്കി ട്രസ്റ്റിനും ഒരു വിഹിതം തനിക്കും. നിങ്ങൾ ഒരു 60% ചെലവഴിച്ചാൽ മതി, ബാക്കിയുള്ളത് നിങ്ങൾ മാറ്റിക്കോ, ഞാൻ നോക്കിക്കോളാം. അതിനുള്ള ധൈര്യം ഇരിക്കണ്ട്. പക്ഷെ അറിയാതെ പിന്നെ 60% കൂടെ മാറ്റരുത്. അത് വളരെ നിങ്ങൾ ബാക്കിയുള്ള മാറ്റിയിട്ട് നിങ്ങൾ ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. അമൃതാനന്ദമയി മഠം അടുത്തിടെ ഉത്തർപ്രദേശിലെ ഫരീദാബാദിൽ ആരംഭിച്ച ആശുപത്രിക്ക് പണം ലഭ്യമാക്കിയത് താനാണ്. കേരളത്തിനകത്തും രാജ്യത്തെ വിവിധയിടങ്ങളിലുമായി 10ലധികം മെഡിക്കൽ കോളേജുകൾ തന്റെ ഫണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം മെഡിക്കൽ കോളേജ് ആണെങ്കിൽ 1500 കോടി രൂപ ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ 1000 കോടി രൂപ ക്ലെയിം ചെയ്യാം. ഒരു ഹൗസിംഗ് ഡെവലപ്മെന്റ് പ്രോജക്റ്റിന് നമുക്ക് 1000 കോടി രൂപ കൊടുക്കാൻ പറ്റും. അന്നേരം അതിൽ നമുക്ക് കുറയും. കാരണം നമുക്കതിൽ ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു 40%, 30% ആണെങ്കിൽ മെഡിക്കൽ കോളേജിൽ 50% ബ്രേക്കപ്പ് ചെയ്യാം. അന്നേരം 1500 കോടി രൂപയാണ് ഒരു പ്രോജക്ട് കോസ്റ്റ്. സാധാരണ അമൃത ഫരീദാബാദ് ഞാൻ ചെയ്തു തീർന്നപ്പം ടോട്ടൽ പ്രോജക്ട് കോസ്റ്റ് മാത്രം 4700 കോടി രൂപ വന്നു. കർണാടകത്തിൽ നിരവധി ഗ്രാമങ്ങളെയാണ് താൻ ദത്തെടുത്ത് വികസന പാതയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരു വില്ലേജ് അഡോപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞതേ ഉള്ളൂ. മാഗഡി എന്ന് പറഞ്ഞൊരു വില്ലേജ് കർണാടക മൊത്തം അഡോപ്റ്റ് ചെയ്ത് ഞങ്ങൾ 200 വീടാണ് സാങ്ഷൻ ചെയ്ത് ഫണ്ട് കൊടുത്തു. ഫണ്ട് ട്രാൻസ്ഫർ ആയി, വർക്ക് സ്റ്റാർട്ടായി. അന്നേരം അത് ഒന്ന് വെരിഫൈ ചെയ്തു.
അത് കഴിഞ്ഞിട്ട് ബന്ദിപ്പൂർ, അതും ട്രൈബൽ വില്ലേജാണ്, അത് ഞങ്ങൾ ഏറ്റെടുത്തു. അതിൽ മേൽക്കാമനഹള്ളി എന്ന് പറഞ്ഞൊരു വില്ലേജ് കംപ്ലീറ്റ് ഏറ്റെടുത്തു. ആദിവാസി മേഖലയിലെ സംസ്ഥാന സർക്കാർ പദ്ധതികൾക്ക് ഫണ്ട് ചെയ്യുന്നതും തന്റെ സ്ഥാപനമാണ്. ആദിവാസി മേഖലയിൽ നിന്നും IAS നേടിയ ശ്രീധന്യടക്കം നിരവധി പേർക്ക് ജോലി നേടാൻ സഹായിച്ചു. ഈ ഗ്രൂപ്പിൽപ്പെട്ടാണ് ശ്രീധന്യ സുരേഷ് ഒക്കെ IAS ഞങ്ങളുടെ സ്റ്റുഡൻസാണ്, ഗോത്രകരണത്തിന്റെ സ്റ്റുഡൻസാണ്. ശ്രീധന്യ സുരേഷ് IAS ഇവരൊക്കെ ഞങ്ങളുടെ പഠനം ഞങ്ങളുടെ പൈസ കൊണ്ട് പഠിച്ചു വന്ന ആൾക്കാരാണ്. അത് പറയുമ്പോൾ ഒരു അഭിമാനമാണ്. കേന്ദ്ര സർക്കാരും BJP നേതാക്കളുമായും അടുത്ത ബന്ധമാണെന്ന് ഇയാൾ അവകാശപ്പെടുന്നു. സംസ്ഥാന സർക്കാരിനെ കുറിച്ച് മതിപ്പില്ല. BJPയുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. യോഗി ആദിത്യനാഥിന്റെ എല്ലാ പ്രൊജക്റ്റും ചെയ്യുന്ന നമ്മളാണ്. ഉത്തർപ്രദേശിലെ എല്ലാ പ്രൊജക്റ്റും നമ്മളാണ്. ട്രൈബൽ സെഗ്മെന്റ് കംപ്ലീറ്റ് നമ്മളാണ്. കേന്ദ്ര ഗവൺമെന്റുമായിട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ ബന്ധം. കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ലാഭമില്ലാതെ ആരെങ്കിലും ബിസിനസ്. കൊല്ലം സ്വദേശിയായ ബിജു ആലപ്പുഴക്കാരനെന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. സോളാർ കേസിലും ഭാര്യയെ കൊന്ന കുറ്റത്തിനുമായി വർഷങ്ങളോളം ജയിലിലായിരുന്ന കുറ്റവാളി അവകാശപ്പെടുന്നത് താൻ 15 വർഷത്തെ UK ജീവിതം അവസാനിപ്പിച്ച് അടുത്തിടെയാണ് കേരളത്തിലേക്ക് മടങ്ങിയതെന്നാണ്. ഇപ്പം ഞാൻ UK-യിൽ 15 വർഷം ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്റെ പേരുകളും ആലപ്പുഴയാണ്, കാരണം ചേച്ചിയൊക്കെ ആലപ്പുഴ, എന്റെ പെങ്ങളൊക്കെ ആലപ്പുഴ, മുല്ലയ്ക്കല്ല. ഇപ്പൊ അളിയന്റെ കാര്യമാണെങ്കിൽ എവിടൊക്കെ കറങ്ങിയാലും പുള്ളി കമ്മീഷനാണ്, ഇൻകം ടാക്സിന്റെ കമ്മീഷണറാണ്. ഇപ്പൊ ആലപ്പുഴ, ഇപ്പൊ കൊച്ചിയിലേക്ക് വരിക കമ്മീഷണറാണ്, CIT ആണ്, കമ്മീഷണർ ഇൻകം ടാക്സ് ആണ്. ശ്രീകുമാർ. കേരളത്തിന് പുറമെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി സംഘടനകളാണ് സ്ഥാപനത്തിലെത്തുന്നത്. പ്രോജക്ട് തയ്യാറാക്കൽ എന്ന പേരിൽ 2.5 ലക്ഷം രൂപ ആദ്യം കൈവശപ്പെടുത്തും. ലഭിക്കാൻ പോകുന്ന CSR ഫണ്ടിന്റെ കമ്മീഷൻ എന്ന പേരിൽ പലപ്പോഴായി ലക്ഷങ്ങൾ സ്വന്തമാക്കിയാണ് ഇയാളുടെ പ്രവർത്തന രീതി. കർണാടകയിലെ മാഗടി വില്ലേജും മറ്റേ സുമംഗലി സേവാശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ 1975-ൽ സ്ഥാപിതമായ NGO ആണ്. അവർക്ക് സ്കൂളും കോളേജും മെഡിക്കൽ സെന്ററും എല്ലാം ഉണ്ട്. അത് ഞങ്ങളുടെ അണ്ടറില്ല. കുറെ കാലം കൊണ്ട് ഞങ്ങളാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ദീമാപൂർ നമ്മളിപ്പോൾ പുതിയ പ്രൊജക്ട് അതിൻ്റെ ആളെ വിളിച്ചു, ഒരു മിനിസ്റ്റർക്ക് വേണ്ടിയാണ്. അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും ഹെൽത്ത് മിനിസ്റ്റർക്ക് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റാണ്. ബെനിഫിറ്റിയിലൊക്കെ നമുക്ക് ഇവരെ ഇൻക്ലൂഡ് ചെയ്യാം. ബെനിഫിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മാസാമാസം ആഴ്ച ഫണ്ട് കയറും. 2 ലക്ഷം 3 ലക്ഷം വെച്ച് കയറിക്കൊണ്ടേയിരിക്കും. തൃശൂർ ജില്ലയിലെ പ്രശസ്തരായ ഒരു വൈദികന് 1 കോടി രൂപയോളം നഷ്ടപ്പെട്ടതായാണ് വിവരം. വൃക്ക രോഗികൾക്കായുള്ള വൻകിട ഡയാലിസിസ് സെന്റർ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിക്കാമെന്ന വ്യാജേനയായിരുന്നു തട്ടിപ്പ്. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട സന്നദ്ധ സംഘടനകൾക്ക് ഇത്തരത്തിൽ 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പദ്ധതിക്കായി സമീപിച്ചാൽ പല തവണകളിലായി കറൻസി നോട്ടുകളായാണ് പണം കൈപ്പറ്റുന്നത്. പണം വാങ്ങിയതിന് രസീതോ രേഖയോ നൽകാറുമില്ല. രേഖകളില്ലാതെ പണം കൈമാറിയതിനാൽ രേഖാമൂലം പരാതി നൽകാനാവാത്ത അവസ്ഥയിലാണ് ബിജുവുമായി ഇടപാട് നടത്തിയ സംഘടനകൾ. കോടികളുടെ CSR ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ പണം നൽകിയവരും തട്ടിപ്പിനിരയായവരിൽ ഉണ്ട്. തട്ടിപ്പിനിരയായവർ നിയമത്തിന് മുന്നിൽ വരാൻ ഭയക്കുകയാണ്. നൽകിയ പണത്തിന് രേഖകളില്ല. പരാതി പുറത്തു നൽകിയാൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പേരുദോഷം വേറെ. ഈ നിശബ്ദതയാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാകുന്നത്. ഇനി നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, News 18. CSR ഫണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് വൻ സാമ്രാജ്യമാണ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ബിജു രാധാകൃഷ്ണൻ പടുത്തുയർത്തിയത്. സഞ്ചരിക്കാൻ ആഡംബര കാറുകൾ, സ്ഥാപനത്തിന് ചെന്നൈയിലും ബംഗളൂരുവിലും കൊച്ചിയിലും ഓഫീസുകൾ, പൂർണ്ണ സജ്ജമായ ഓരോ ഓഫീസുകളിലും 20ഓളം ജീവനക്കാർ. കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ തലവനെന്ന രീതിയിൽ കോളേജുകളിൽ അധ്യാപകനായി വരെയും ബിജു പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ അതിവിദഗ്ധമായാണ് ഇയാൾ മലയാളികളെ കബളിപ്പിക്കാൻ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നത്. സോളാർ തട്ടിപ്പിലൂടെ കേരളത്തെ ഞെട്ടിച്ച ബിജു രാധാകൃഷ്ണൻ പുതിയൊരു അവതാരമായാണ് ജനമധ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ബിജു ജോർജ് കല്ലിലിത്തടം എന്ന പേരിൽ സ്വയം പ്രഖ്യാപിത കോർപ്പറേറ്റിന്റെ തലവനായി അധ്യാപകനായി അയാൾ വേഷപ്പകർച്ച നടത്തി. മലപ്പുറം ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം പുറത്തുവിട്ടതാണ് ഈ വീഡിയോ. ബിജു ജോർജ് കല്ലുലിത്തടമെന്ന പുതിയ പേര്, പുതിയ രൂപം. സോളാർ കേസിലെ പ്രതിയെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. സോളാർ കേസിലെ പ്രതിയായ ബിജു രാധാകൃഷ്ണനാണ് ക്ലാസ് എടുക്കാൻ എത്തിയതെന്ന് അറിയില്ലെന്നായിരുന്നു സോഷ്യൽ വർക്ക് വിഭാഗം മേധാവിയുടെ വിശദീകരണം. ബിജു ജോർജ് പിന്നെന്താ കല്ലോലിത്തടത്തിൽ CEO ആണ് NHF NGO ഹെൽത്ത് ഫൗണ്ടേഷൻ ഇന്ത്യ.
സ്റ്റുഡന്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കുട്ടിയാണ് നമുക്ക് റെഫറൻസ് തന്നത്. അങ്ങനെയാണ് നമ്മൾ ആളെ കോൺടാക്ട് ചെയ്യുന്നത്. കോളേജ് അധികൃതരുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ എൻജിഒ ഹെൽപ്പ് എന്ന സ്ഥാപനം എന്താണെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണം എത്തിപ്പെട്ടത് തട്ടിപ്പിന്റെ പുതിയ മേഖലകളിലേക്കാണ്. മെറിഡിയൻ, എൻജിഒ ഹെൽപ്പ് എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിലായി കൊച്ചി നഗരത്തിൽ മാത്രം ബിജു രാധാകൃഷ്ണന് 4 ഓഫീസുകളുണ്ട്. സോളാർ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടവർക്ക് മടക്കി നൽകാൻ 1 രൂപ പോലും കൈവശമില്ലെന്ന് കൈമലർത്തിയ ബിജുവിന് സഞ്ചരിക്കാൻ ആഡംബര കാറുകൾ. പൂർണ്ണസജ്ജമായ ഓരോ ഓഫീസുകളിലും 20ഓളം ജീവനക്കാർ. സ്ഥാപനത്തിന് വൻ നഗരങ്ങളായ ചെന്നൈയിലും ബംഗളൂരുവിലും ഓഫീസുകൾ. ഹൈദരാബാദ് ഓഫീസിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. എൻജിഒ മേഖലയിലെ സന്നദ്ധ സംഘടനകൾക്ക് വമ്പൻ കോർപ്പറേറ്റുകളിൽ നിന്നും സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ടെന്ന CSR തരപ്പെടുത്തി നൽകുന്നതാണ് തങ്ങളുടെ സേവനമെന്ന് എൻജിഒ ഹെൽപ്പിന്റെ വെബ്സൈറ്റ് വ്യക്തമാക്കുന്നു. രാജ്യത്തെ വൻ നഗരങ്ങളിൽ അടക്കം അറിയപ്പെടുന്ന സന്നദ്ധ സംഘടനകൾ സ്വന്തം നിലയ്ക്ക് നടത്തുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ തങ്ങളുടെ ഇടനിലയിലാണെന്ന് ബിജു രാധാകൃഷ്ണന്റെ സ്ഥാപനം അവകാശപ്പെടുന്നു. ഭാര്യയെ കൊന്ന കേസിൽ ജയിലിൽ കഴിഞ്ഞ ബിജുവിനെ കേസ് വാദിച്ചു പുറത്തിറക്കിയ വനിതാ അഭിഭാഷകയ്ക്കൊപ്പമാണ് ബിജുവിന്റെ പുതിയ സാമ്രാജ്യം. അഭിഭാഷകയുടെ പേരിൽ വാങ്ങിയ കാറിലാണ് ബിജുവിന്റെ യാത്ര. സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ പണം നഷ്ടമായ പലരെയും അഭിഭാഷക ഫോണിൽ ബന്ധപ്പെട്ടിട്ടുമുണ്ട്. നാട്ടുകാരെ കബളിപ്പിച്ച് കോടികൾ തട്ടിയ ക്രിമിനൽ കേസ് പ്രതി നിയമസംവിധാനങ്ങളെ വെല്ലുവിളിച്ച് എങ്ങനെയാണ് വീണ്ടും തട്ടിപ്പ് സാമ്രാജ്യം സ്ഥാപിച്ചത് എന്നതാണ് ചോദ്യമായി അവശേഷിക്കുന്നത്. അധികൃതർ ഉത്തരം നൽകണം. തട്ടിപ്പുകാരൻ തിരിച്ചറിയപ്പെടുക തന്നെ ചെയ്യണം. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. ബിജു രാധാകൃഷ്ണന്റെ തട്ടിപ്പ് സംഘത്തിന് അഭിഭാഷക മാത്രമല്ല, വിരമിച്ചൊരു പോലീസുകാരനുമുണ്ട്. തട്ടിക്കൂട്ട് സംഘടനകൾക്ക് പോലും പണം വാങ്ങി നൽകാൻ വഴിയുണ്ടെന്ന് പറഞ്ഞ് മുൻ പോലീസുകാരനായ വേണുഗോപാലാണ് വിശ്വാസം നേടിയെടുക്കുന്നത്. 10 ലക്ഷം മുതൽ കോടികൾ വരെ ബിജുവിന് കമ്മീഷനായി നൽകിയവർ നിരവധിയാണ്. CSR ഫണ്ട് നേടാനായി തമിഴ്നാട്ടിൽ നിന്ന് സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ എത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കേരളത്തിൽ നിന്നുള്ള ട്രസ്റ്റ് ഭാരവാഹികളാണെന്ന് പരിചയപ്പെടുത്തിയ ഞങ്ങൾക്ക് ദിവസങ്ങളുടെ പരിശ്രമത്തിനൊടുവിലാണ് ബിജുവിനെ കാണാൻ കഴിഞ്ഞത്. ന്യൂസ് 18 അന്വേഷണം തുടരുന്നു. നേരിട്ട് അനായാസമായി ബിജുവിനെ കാണാമെന്ന് ആരും കരുതണ്ട. അതിന് കൃത്യമായ കടമ്പകളുണ്ട്. മനോഹരമായി സംസാരിക്കുന്ന ജീവനക്കാർ, കോർപ്പറേറ്റ് ഓഫീസുകളെ വെല്ലുന്ന അന്തരീക്ഷം. ഫണ്ടിനായി എത്തുന്ന ഇര വലയിൽ വീണുവെന്ന് ഉറപ്പായാൽ മാത്രമേ ബിജുവിനടുത്തേക്ക് പ്രവേശനമുള്ളൂ. ബിജു രാധാകൃഷ്ണന്റെ സ്ഥാപനങ്ങളിൽ എന്തു നടക്കുന്നു എന്നറിയാൻ ദിവസങ്ങൾ നീണ്ട അന്വേഷണമാണ് ഞങ്ങൾ നടത്തിയത്. 3 സന്നദ്ധ സംഘടനകൾക്ക് CSR ഫണ്ട് തേടി ഇടനിലക്കാരായി ഞങ്ങൾ മെറിഡിയൻ എന്ന കാക്കനാട്ട സ്ഥാപനത്തിൽ എത്തി. ഓഫീസിന്റെ സ്വീകരണ മുറിയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതാനും സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ ഇരിക്കുന്നു. കയ്യിലെ തുണിസഞ്ചികൾക്കുള്ളിൽ നോട്ടുകെട്ടുകൾ. അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം തമിഴ്നാട് സ്വദേശികൾക്ക് ബിജു രാധാകൃഷ്ണന്റെ മുറിയിലേക്ക് വിളിയെത്തി. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് സന്തോഷത്തോടെ തമിഴ്നാട് സ്വദേശികൾ പുറത്തിറങ്ങി. പണം അകത്തെ ക്യാബിനിൽ കൈമാറിയതായി വ്യക്തം. കോടികളുടെ CSR ഫണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ലഭിക്കുമെന്ന വാഗ്ദാനം ബിജുവിൽ നിന്ന് ലഭിച്ചതായി പുറത്തിറങ്ങിയവരുടെ മുഖഭാവങ്ങളിൽ വ്യക്തം. പിന്നാലെയാണ് കോൺഫറൻസ് ഹാളിലേക്ക് ഞങ്ങൾക്ക് വിളിയെത്തിയത്. ആലപ്പുഴ സൈബർ സെല്ലിൽ നിന്നും വിരമിച്ച പോലീസുകാരൻ എന്ന് പരിചയപ്പെടുത്തിയ വേണുഗോപാൽ എന്നയാൾ ഞങ്ങൾക്ക് മുന്നിലെത്തി. മതിയായ രേഖകൾ നൽകി പണവുമടച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ കോടികളുടെ CSR ഫണ്ട് തരപ്പെടുത്തി നൽകുമെന്ന് വാഗ്ദാനം. പുതിയ സംഘടന രൂപീകരിക്കുന്നതിനും സഹായം നൽകും. തട്ടിക്കൂട്ട് സംഘടനകൾക്കും പണം വാങ്ങി നൽകാൻ വഴിയുണ്ടെന്ന് വേണുഗോപാലിന്റെ പ്രലോഭനം. ലോകം മൊത്തം ഇന്ത്യക്കകത്തും പുറത്തുമായിട്ടുള്ള എൻ്റെ ആരുമായിട്ടും ബന്ധങ്ങളൊന്നുമില്ല. ഞാൻ സ്വന്തം ചെറിയ ബിസിനസ് നടത്തുന്നു. ആ ബിസിനസ്സിനകത്തുനിന്ന് മറ്റ് ഇതിനെക്കുറിച്ചൊന്നും ലാഭം ഉണ്ടോയില്ല എന്നുള്ളതല്ല. പക്ഷെ ചാരിറ്റി ആക്ടിവിറ്റിക്ക് 1 ലക്ഷം രൂപ എല്ലാ വർഷം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. 1 ലക്ഷം രൂപ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അത് ജയിലിൽ നടന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കുന്നു ഉള്ളതാണ്. ഇങ്ങനെ 15 ലക്ഷത്തിലധികം ഡോണേഴ്സ് ഉള്ള ഒരു കൺസോർഷ്യം. അടുത്തതായാണ് ബിജുവിന്റെ മാനേജർ ബെർലിന്റെ വരവ്. വേണുഗോപാൽ കാര്യങ്ങൾ വിശദീകരിച്ചതിനാൽ സാമ്പത്തിക വശങ്ങളിലാണ് മാനേജറുടെ ഊന്നൽ. ഏത് കാര്യത്തിനും മുൻകൂർ പണം നൽകണം. ആദ്യ ഗഡുവായി 2.5 ലക്ഷം രൂപ നൽകിയാൽ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാം. അടുത്ത മാസം 2000 രൂപ തരാം. നമുക്ക്
പ്രാക്ടിക്കലാണ്. മനസ്സിലായി. ഞാനൊരു 100 കോടി രൂപ അടുത്ത മാസം സാറിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സാറിൻ്റെ 100 ക്വസ്റ്റ്യൻ വരും. On what purpose you receive this? What is your project? Where are you going to implement? What are the feasibility reports? കാര്യമായ ക്രയവിക്രയങ്ങളില്ലാത്തതിനാൽ ആദ്യ ട്രസ്റ്റിനെ ബിജു രാധാകൃഷ്ണന്റെ അടുത്തേക്ക് എത്തിക്കുവാൻ ജീവനക്കാർ തയ്യാറായില്ല. ആശുപത്രി സ്ഥാപിക്കുന്ന ലക്ഷ്യത്തോടെ എത്തിയ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ ട്രസ്റ്റിനും ആദ്യ ചർച്ചയിൽ അകത്തേക്ക് പ്രവേശനം ലഭിച്ചില്ല. ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ വന്നിട്ട് എന്നോട് പറയുകയാണ്, സാർ എനിക്കിപ്പോൾ ഞങ്ങളൊരു പാരൻറ്റ് കമ്പനി ദുബായിലുണ്ട്, ഞങ്ങൾക്കൊരു 10 കോടി രൂപ അല്ലെങ്കിൽ 100 കോടി രൂപ തരാൻ തയ്യാറാണ്. എനിക്കൊരു ട്രസ്റ്റ് ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നാൽ ഒരു മാസത്തിനുള്ളിൽ ഈ ഫണ്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഞാൻ കൊണ്ടുവരാം. ഇഫ്സിയാറേയും വേണ്ട ഇല്ലാതെ കൊണ്ടുവരാം. വനിതാ ശാക്തീകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ആസ്ഥാനമായ ട്രസ്റ്റിന് ആദ്യ ചർച്ചയിൽ ബിജുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണമുണ്ടായില്ല. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 36 കോടി രൂപയുടെ സഹായം ലഭിച്ചെന്ന് അറിയിച്ചതോടെ അടുത്ത ദിവസം എത്താൻ നിർദ്ദേശം. മുന്നിലെത്തുന്ന ആളുകൾ പൂർണ്ണമായി പ്രലോഭനങ്ങൾക്ക് വശപ്പെട്ടെന്ന് ഉറപ്പായാൽ മാത്രമേ ഇടപാടുകാർക്ക് ബിജു രാധാകൃഷ്ണന്റെ അടുത്തേക്ക് പ്രവേശനമുള്ളൂ. പ്രോസസിംഗ് ഫീസ് എന്ന പേരിൽ വാങ്ങുന്ന 2.5 ലക്ഷത്തിനൊപ്പം CSR ഫണ്ടിനുള്ള കമ്മീഷൻ മുൻകൂറായി അടയ്ക്കണം. 10 കോടിയുടെ ഫണ്ടിന് 20 ലക്ഷമെങ്കിലും അടച്ചാൽ മുന്നോട്ടു പോകാം. പണത്തിന്റെ ഏറിയ പങ്കും കറൻസിയായി നൽകുകയും വേണം. 10 ലക്ഷം മുതൽ 1-2 കോടികൾ വരെ ബിജുവിന് കമ്മീഷനായി നൽകിയവർ നിരവധിയാണ്. പണമടച്ച ശേഷം CSR ഫണ്ട് ലഭിച്ചവരെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ജീവനക്കാർക്ക് മറുപടിയുമില്ല. സോളാർ തട്ടിപ്പ് കേസിലെ ഇരകൾക്ക് നീതി ലഭിക്കാത്ത നാട്ടിലാണ് അതേ കേസിലെ പ്രതി പുതിയ രൂപത്തിൽ വീണ്ടും കൊള്ള നടത്തുന്നത്. തട്ടിപ്പ് ശൃംഖലയുടെ വേറിറക്കാൻ അധികൃതർ തയ്യാറാവണം. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. പോലീസ് തന്നെ പ്രദർശന വസ്തുവാക്കുന്നു, പൊതുജന വിചാരണയ്ക്ക് എറിഞ്ഞുകൊടുക്കുന്നു. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ SITക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണമാണിത്. പോലീസ് കസ്റ്റഡിയെ എതിർത്ത് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ പരാമർശങ്ങളുള്ളത്. എന്നാൽ ജാമ്യം നൽകിയാൽ അതിജീവിതയുടെ ജീവന് ഭീഷണി ഉണ്ടെന്നും ഇയാൾ സമാന കേസുകളിൽ പ്രതിയെന്നുമാണ് പോലീസ് വാദങ്ങൾ. അതിനിടെ രാഹുലിനെ 3 ദിവസത്തേക്ക് കോടതി SIT കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയെ പാലക്കാടടക്കം എത്തിച്ച് തെളിവെടുക്കും. കോടതിക്ക് പുറത്ത് DYFI യുവമോർച്ച പ്രവർത്തകർ രാഹുലിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പാലക്കാട് നടന്ന പരിശോധനയിൽ രാഹുലിന്റെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തേക്കാണ് തിരുവല്ല JFCM കോടതി SIT കസ്റ്റഡിയിൽ വിട്ടത്. ജനുവരി 15 വൈകിട്ട് രാഹുലിനെ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് SIT കോടതിയിൽ സമർപ്പിച്ചത്. കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും മുൻപ് ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നും അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. പരാതിക്കാരിയുടെ മൊഴിയെടുത്തത് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ്. മൊഴിയെടുത്താൽ 3 ദിവസത്തിനകം ഒപ്പിടണമെന്നത് പാലിച്ചില്ല. കേസെടുത്തത് പോലും നടപടിക്രമങ്ങൾ പാലിക്കാതെയെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. അറസ്റ്റ് നോട്ടീസിൽ ഒപ്പിടാത്തത് എന്തുകൊണ്ടെന്ന് കോടതി ചോദിച്ചു. 2 സാക്ഷികളുടെ സാന്നിധ്യമുണ്ടാകണമെന്ന ചട്ടം പാലിച്ചില്ലെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ വാദത്തിനിടെ ചൂണ്ടിക്കാട്ടി. ഒരു കേസിൽ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്, ഒരു കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മൂന്നാമതൊരു കേസ് വരുന്നത്. കണ്ടെടുക്കാനായി തെളിവുകളില്ലെന്നും മെനഞ്ഞെടുത്ത കഥയാണെന്നും പ്രതിഭാഗം വാദിച്ചു. ഇലക്ട്രോണിക് വസ്തുക്കൾ കണ്ടെടുക്കാൻ ഉണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. പാലക്കാട് കൊണ്ടുപോയി തെളിവെടുക്കണമെന്നും 3 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. തുടർന്നാണ് കോടതി രാഹുലിനെ SITയുടെ കസ്റ്റഡിയിൽ വിട്ടത്. രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും കോടതിക്ക് പുറത്തും DYFI യുവമോർച്ച പ്രവർത്തകർ വൻ പ്രതിഷേധമുയർത്തി. രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനിടെ പാലക്കാട് KPM ഹോട്ടലിൽ നടന്ന പരിശോധനയിൽ രാഹുലിന്റെ മൊബൈൽ ഫോൺ കണ്ടെത്തി. രാഹുലിന്റെ പേഴ്സണൽ ഫോണുകളിൽ ഒന്നാണ് പോലീസ് കണ്ടെടുത്തത്. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ലാപ്ടോപ്പ് എവിടെയെന്ന് വെളിപ്പെടുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. പാലക്കാട് വാങ്ങാൻ ഉദ്ദേശിച്ച ഫ്ളാറ്റിന്റെ ബിൽഡറുടെ മൊഴിയും
അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അതേസമയം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ രാഹുലിനെതിരായ ആദ്യ കേസിലെ അതിജീവിത ഡിജിപിക്ക് പരാതി നൽകി. രാഹുലിനെ പിന്തുണച്ചുകൊണ്ടുള്ള ശ്രീനാദേവിയുടെ ഫേസ്ബുക്ക് ലൈവിന് പിന്നാലെയാണ് സൈബർ അധിക്ഷേപം നേരിടുന്നു എന്ന് ചൂണ്ടിക്കാട്ടി യുവതി പരാതി നൽകിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അയാൾ എന്നെ കൊല്ലും, അതിനു മുൻപ് എന്തെങ്കിലും ചെയ്യണം. കാസർഗോഡ് കുമ്പളയിലെ CPM നേതാവ് സുധാകരൻ 3 പതിറ്റാണ്ടോളം ലൈംഗികമായി ചൂഷണം ചെയ്ത വീട്ടമ്മയുടെ വെളിപ്പെടുത്തലാണിത്. 1995 വിവാഹ വാഗ്ദാനം നൽകിയാണ് ആദ്യ പീഡനം. എന്നാൽ വിവാഹം നടന്നില്ല. പിന്നീട് കുടുംബജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ വില്ലനായി വീണ്ടും സുധാകരൻ്റെ വരവ്. ഭീഷണിപ്പെടുത്തി പലതവണ ലൈംഗികമായി ചൂഷണം ചെയ്തു. വീട്ടമ്മയുടെ പരാതിയിൽ മുൻ CPM ഏരിയ സെക്രട്ടറി സുധാകരനെതിരെ പോലീസ് ബലാത്സംഗത്തിന് കേസെടുത്തു. ആരോപണത്തെ തുടർന്ന് ഇയാളെ പാർട്ടിയിൽ നിന്നും നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. സുധാകരൻ നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് വീട്ടമ്മയുടെ പരാതി. വീട്ടമ്മയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ CPIM കുമ്പള ഏരിയ മുൻ സെക്രട്ടറിയും നിലവിൽ എൺമകജെ പഞ്ചായത്ത് അംഗവുമായ ഇച്ചിലമ്പാടി സ്കൂൾ അധ്യാപകൻ S. സുധാകരനെതിരെയാണ് കാസർഗോഡ് വനിതാ പോലീസ് കേസെടുത്തത്. പീഡനം സംബന്ധിച്ച് വീട്ടമ്മ ജില്ലാ പോലീസ് മേധാവിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. ആരോപണത്തെ തുടർന്ന് സുധാകരനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും അന്വേഷണത്തിനായി 3 അംഗ കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്യുകയുണ്ടായി. കമ്മീഷൻ അന്വേഷണം നടക്കുന്നതിനിടെയാണ് സുധാകരനെതിരെ പോലീസ് കേസെടുത്തത്. പാർട്ടി പ്രവർത്തകയും ഭർത്തൃമതിയുമായ 45-കാരിയായ വീട്ടമ്മയാണ് ലൈംഗികാതിക്രമ പരാതിയുമായി രംഗത്തെത്തിയത്. പീഡന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ജില്ലാ പോലീസ് മേധാവിക്കും DGPക്കും ഇവർ പരാതി നൽകിയത്. വർഷങ്ങളോളം ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ഭീഷണിപ്പെടുത്തി നഗ്നചിത്രങ്ങൾ പകർത്തിയെന്നും പരാതിയിൽ പറയുന്നു. തന്നെ മാത്രമല്ല തന്റെ കുടുംബത്തെയും സുധാകരൻ ഭീഷണിപ്പെടുത്തി വരികയാണെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. സംഭവം വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ പരാതിയിൽ നിയമാനുസൃതമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുധാകരനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. പിന്നാലെയാണ് സംഭവത്തിൽ പോലീസും കേസെടുത്തിരിക്കുന്നത്. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തതെന്നാണ് വിവരം. ന്യൂസ് 18 കാസർഗോഡ്. പകയും വിദ്വേഷവും മനസ്സിലിട്ട് നടക്കുന്നവരെ സൂക്ഷിക്കണം. അവർ ഏതു സമയവും അക്രമകാരികളാകാം. ചിലപ്പോൾ കൊലക്കത്തിയും എടുക്കാം. തിരുവനന്തപുരം പാറശാല പൊഴിയൂരിൽ യുവാവിനെ വെട്ടിക്കൊന്നത് മുൻ വൈരാഗ്യത്തെ തുടർന്നാണ്. പാറശാല സ്വദേശി മനോജാണ് മരിച്ചത്. ആക്രമണം നടത്തിയ പൊഴിയൂർ സ്വദേശി ശശിധരന് വേണ്ടി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. ശശിധരന്റെ അയൽവാസിയാണ് കൊല്ലപ്പെട്ട മനോജ്. വൈകിട്ട് 5:30യോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം. പാറശാല സ്വദേശി 40-കാരനായ മനോജിനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. പൊഴിയൂർ സ്വദേശി ശശിധരനാണ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി. പൊഴിയൂരിന് സമീപം കുളത്തൂർ അരുവല്ലൂരിൽ വെച്ചായിരുന്നു കൊലപാതകം. മനോജും ശശിധരനും തമ്മിൽ വാക്തർക്കമുണ്ടാവുകയും തുടർന്ന് വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. തെങ്ങിൽ നിന്ന് തേങ്ങ വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തിയാണ് കൊലയ്ക്ക് ഉപയോഗിച്ചത്. പോലീസെത്തി മൃതദേഹം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. നിരവധി അടിപിടി കേസുകളിലെ പ്രതിയാണ് മരിച്ച മനോജ്. തെങ്ങുകയറ്റ തൊഴിലാളിയായ ശശിധരൻ മനോജിന്റെ അയൽവാസിയാണ്. ഇവർ തമ്മിൽ വർഷങ്ങളായി വൈരത്തിലാണ്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തമിഴ്നാട്ടിലെ ഹിൽപോക്ക് മെഡിക്കൽ കോളേജിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകമാണ് പോലീസ് പട്രോളിനെ പരിശോധിക്കുന്നത്. കുപ്രസിദ്ധ ഗുണ്ടയായ ആദി എന്ന ആദി കേശവനാണ് കൊല്ലപ്പെട്ടത്. പ്രസവിച്ചു കിടന്ന യുവതിയെ കാണാനെത്തിയ ആദിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് യുവതിയുടെ ഭർത്താവും സുഹൃത്തുക്കളുമെന്നാണ് വിവരം. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് കൊല നടന്നതെന്നും ആരോപണമുണ്ട്.
താലൂക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിങ്കളാഴ്ച പുലർച്ചെ 3:30 സംഭവം. കുപ്രസിദ്ധ ഗുണ്ടയാണ് കൊല്ലപ്പെട്ട ആദികേശവൻ. ഹെൽമറ്റ് ധരിച്ചെത്തിയ 4-അംഗ സംഘമാണ് ഇയാളെ ആക്രമിച്ചത്. ഈ സമയം ആദി മദ്യലഹരിയിലായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ സംഘം വടിവാളുകൊണ്ട് വെട്ടിവീഴ്ത്തിയ ശേഷം കടന്നു കളഞ്ഞു. ആദി സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. கொலை சம்பவம் சம்பந்தமாக இந்த இடத்தை ஆய்வு செய்து அதில் சம்பந்தப்பட்ட நபர்களை துரிதமாக அரசு செய்துள்ளோம். கொலை வழக்கு குற்றத்தில் சுமார் 2 வருட காலம் ஜெயிலில் இருந்த பிறகு சமீபமாக தான் ஒரு 10 நாளைக்கு முன்னாடி தான் அவர் வெளியே வந்திருக்காரு. പ്രസവ വാർഡിലുണ്ടായിരുന്ന സുചിത്രയെ കാണാനാണ് ആദി ഇവിടെ എത്തിയത്. ഇവരുടെ സുഹൃത്തും ആദിയുടെ കാമുകിയുമായ യുവതിയാണ് ഇയാളെ ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തിയതെന്നാണ് വിവരം. നവജാത ശിശു മരിച്ചതിനെ തുടർന്ന് ആദിയും സുചിത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയും ആശുപത്രി ജീവനക്കാരുമായി വഴക്കിട്ടിരുന്നു. തുടർന്ന് ആദി ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി. എന്നാൽ മദ്യപിച്ചെത്തിയ ആദി പ്രസവ വാർഡിന് സമീപം നിന്നു. ഇതിനിടെയാണ് ആക്രമണം നടന്നത്. സംഭവത്തിൽ സുചിത്രയുടെ ഭർത്താവ് സൂര്യ, ഇയാളുടെ സഹായികളായ അലിഭായ്, കാർത്തിക് എന്നിവരെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു. 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദിയെക്കുറിച്ച് ആശുപത്രി ജീവനക്കാരിയാണ് യുവതിയുടെ ഭർത്താവിന് വിവരം നൽകിയതെന്നാണ് സൂചന. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് കൊല നടന്നതെന്നും ആരോപണമുണ്ട്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. 20ഓളം കേസുകളിൽ പ്രതിയാണ് ആദി. ഒരു കൊലക്കേസിൽ ജയിലിലായിരുന്ന ഇയാൾ 10 ദിവസം മുൻപാണ് പുറത്തിറങ്ങിയത്. 2022 നടന്ന പളനി എന്നയാളുടെ കൊലപാതകത്തിന്റെ പ്രതികാരമാണിതെന്നും സംശയിക്കുന്നുണ്ട്. ന്യൂസ് 18 ചെന്നൈ. വയനാട് ബത്തേരി സ്വദേശികളായ ജിനേഷിന്റെയും ഭാര്യ രേഷ്മയുടെയും ദുരൂഹ മരണത്തിന് പിന്നിൽ ബ്ലേഡ് മാഫിയാണോ? അസ്വാഭാവിക മരണങ്ങളിൽ വീട്ടുകാരിൽ നിന്ന് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ജിനേഷുമായി പണമിടപാട് നടത്തിയവരിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. പരാതിയിൽ പരാമർശിക്കുന്ന 3 പേരിൽ ഒരാളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുത്തത്. ബാക്കി 2 പേരെ കൂടി ഉടൻ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. ജിനേഷിന്റെയും ഭാര്യ രേഷ്മയുടെയും ദുരൂഹ മരണക്കേസ് അന്വേഷിക്കുന്ന നൂൽപ്പുഴ SIയുടെ നേതൃത്വത്തിലാണ് പണമിടപാടുകാരിൽ ഒരാളുടെ മൊഴിയെടുത്തത്. ഇയാളുടെ സഹോദരനാണ് ജിനേഷിന് പണം നൽകിയതെന്നും അത് തിരിച്ചു കിട്ടാത്തതിനാൽ ബത്തേരി കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ളത് അറിയാമെന്നുമാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. സഹോദരൻ സ്ഥലത്തില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം പണമിടപാടുകാരോട് സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇവരുടെ മൊഴിയെടുത്ത ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞു. രേഷ്മയുടെ മരണകാരണം വിഷം കഴിച്ചതിനെ തുടർന്നാണെന്ന് ബോധ്യമായിട്ടുണ്ട്. എന്നാൽ അതിലേക്ക് എത്തിച്ച കാരണങ്ങളും നിലവിൽ ആരോപണ വിധേയരായവരുടെ പങ്കാളിത്തം എത്രമാത്രം സംഭവത്തിന് പിന്നിലുണ്ടായെന്നതും പരിശോധിക്കുകയാണ് പോലീസ്. ഇസ്രായേലിൽ കെയർ ഗീവറായിരിക്കെ കഴിഞ്ഞ ജൂലൈ 4-നാണ് ജിനേഷിനെ മരിച്ച നിലയിൽ കണ്ടത്. രേഷ്മ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചത് കഴിഞ്ഞ 30-നാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ജിനേഷ് വിദേശത്ത് ജോലി തേടി പോയതെന്നും ജിനേഷിന് പണം കടം നൽകിയവർ ഇരുവരെയും പലപ്പോഴായി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നുമാണ് വീട്ടുകാർ പറയുന്നത്. കടം വാങ്ങിയ 20 ലക്ഷം രൂപ ജിനേഷ് വിവിധ ഘട്ടങ്ങളിലായി തിരികെ നൽകി. എന്നാൽ തങ്ങൾക്ക് പണം ലഭിക്കാനുള്ളതിനാലാണ് കോടതി വഴി അറ്റാച്ച്മെന്റ് നോട്ടീസ് നൽകിയതെന്നാണ് പണമിടപാടുകാരിൽ നിന്ന് പോലീസിന് ലഭിച്ച മൊഴി. ജിനേഷിന്റെയും രേഷ്മയുടെയും കുടുംബാംഗങ്ങൾ നൽകിയിട്ടുള്ള പരാതികളിൽ പരാമർശിക്കപ്പെട്ടവരോട് ഹാജരാകാനും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ ജിനേഷ് നൽകിയിരുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരുകൂട്ടരെയും വിളിച്ച് പ്രശ്നങ്ങൾ തീർത്തുവിട്ടിരുന്നതായാണ് പോലീസ് പറയുന്നത്. ബന്ധുക്കളുടെ മൊഴികളും പോലീസ് രേഖപ്പെടുത്തി വരികയാണ്. ജിനേഷിന്റെ ദുരൂഹ മരണത്തിന്റെ യഥാർത്ഥ വിവരം എംബസി വഴി ലഭ്യമാക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ജിനേഷിന്റെ ബാധ്യതകൾ സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നില്ലെന്നാണ് സൂചന. അതേസമയം മരണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നവർ താമരശ്ശേരിയിലെ മറ്റൊരാളെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ വിശദീകരിക്കാനും അതിനൊന്നും ഇപ്പൊ നേരമില്ല. അപ്പോൾ കാര്യമായിട്ട് പറയാം. അപ്പൊ അതൊക്കെ അടന്ന് പിൻവലിച്ചേക്കത് അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പറഞ്ഞത് അങ്ങോട്ട് ചെയ്താൽ മതി. മനസ്സിലാവണ്ട. ഇല്ലെങ്കിൽ ബാക്കി എനിക്ക് ഇതില് സിനിമയില് പറഞ്ഞോട്ട് ഡയലോഗ് പേടിപ്പിക്കാനൊന്നും നേരമൊന്നുമില്ല. അതുകൊണ്ട് സമയമില്ല. പെട്ടെന്ന് തീർത്തിട്ട് പോകാനുള്ള വേറെ ഇടപാടുകളാണ്. ന്യൂസ് 18 വയനാട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഉരുക്ക് മുറുകുകയാണ്.
ദ്വാരപാലക ശില്പപാളിയുമായി ബന്ധപ്പെട്ട രണ്ടാം കേസിലും കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്യാൻ കൊല്ലം വിജിലൻസ് കോടതി SITക്ക് അനുമതി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കണ്ഠര് രാജീവർക്ക് ദീർഘകാല ബന്ധമുണ്ടെന്നും പോറ്റിക്ക് ശബരിമലയിലെത്താൻ വഴിയൊരുക്കിയത് തന്ത്രിയെന്നുമാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. അതേസമയം സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന CPM നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ A. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. കട്ടിളപ്പാളിയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട കേസിലാണ് കണ്ഠര് രാജീവരെ SIT അറസ്റ്റ് ചെയ്തത്. ആ കേസിലെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കാനിരുന്നെങ്കിലും പിന്നീട് ഈ മാസം 19 മാറ്റുകയായിരുന്നു. ദ്വാരപാലക ശില്പപാളി കേസിലും കണ്ഠര് രാജീവര് പ്രതിയാകും. അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനുള്ള അനുമതി കോടതി അന്വേഷണ സംഘത്തിന് നൽകി. ദിവസങ്ങൾക്ക് മുമ്പാണ് SIT കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണമോഷണത്തിന് തന്ത്രി മൗനാനുവാദം നൽകിയിരുന്നുവെന്ന് കണ്ടെത്തിയതായി അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കണ്ഠര് രാജീവർക്ക് ദീർഘകാല ബന്ധമുണ്ടെന്നും ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്താൻ വഴിയൊരുക്കിയത് തന്ത്രിയാണെന്നുമാണ് അന്വേഷണത്തിലെ നിർണായക കണ്ടെത്തൽ. അതേസമയം കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. ഈ മാസം 27 വരെയാണ് റിമാൻഡ് നീട്ടിയത്. തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള അപേക്ഷയും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും. ന്യൂസ് 18 കൊല്ലം. മലപ്പുറം കൂറ്റമ്പാറ ബലംപുറം ഭാഗങ്ങളിലെ ജനങ്ങൾ വലിയ ആശങ്കയോടെയാണ് രാത്രിയിൽ കിടന്നുറങ്ങുന്നത്. നാട്ടിൽ കവർച്ചാ സംഘങ്ങൾ സജീവം. വീടുകളുടെ വാതിൽ തകർത്ത് പോലും മോഷണങ്ങൾ പതിവ്. കഴിഞ്ഞ രാത്രി ഒരു വനിതാ ഡോക്ടറുടെ മാല കവർന്നത് വീട്ടിൽ അതിക്രമിച്ച് കയറിയാണ്. പള്ളിക്കുന്ന് സ്വദേശി അഷ്റഫിൻ്റെ മകൾ ഡോക്ടർ ഷംനിയുടെ മാലയാണ് കവർന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. സമീപത്തെ വീട്ടിൽ നിന്ന് കോണി എത്തിച്ച് വീടിന്റെ 2ാം നിലയിലേക്ക് കയറിയ മോഷ്ടാവ് പുറത്തേക്കുള്ള വാതിൽ തുറന്നാണ് അകത്ത് കടന്നത്. മുകൾ നിലയിലെ മുറികളിൽ കയറിയ കള്ളൻ അലമാരയിലെ സാധനങ്ങൾ വലിച്ചുവാരിയിട്ടു. ഇതിനിടയിലാണ് ഉറങ്ങിക്കിടന്ന ഷംനിയുടെ മാല പൊട്ടിച്ചത്. മാല പൊട്ടിക്കുന്നതറിഞ്ഞ യുവതി ഉണർന്ന് ബഹളം വച്ചതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒരു 3 മണിയൊക്കെ ആയിണ്ടാവും. ഞാൻ കിടക്കായിരുന്നു. പുതപ്പ് മാറ്റുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടികളെ എണീക്കാണെന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് ബാത്റൂമിൻ്റെ ലൈറ്റ് ഇട്ടുകൊണ്ട് എനിക്ക് ആ ഒരു മനസ്സിലായി. എൻ്റെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചിട്ട് ഒരാൾ ഓടുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു അഡ്രിനാലിൻ റിഫ്ലക്സിൽ എനിക്ക് സൗണ്ടൊന്നും പുറത്ത് വന്നില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങി വീട്ടുകാരെ വിളിച്ച സമയത്താണ് ആള് ബാക്ക് ഡോർ ഓപ്പൺ ആക്കി വെച്ചിരുന്നു. അതിലൂടെ ഒറ്റ പോകുന്നത് ഞാൻ കണ്ടു. വലിയ ആളെ വിളിച്ച് പിന്നെ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഷെൽഫും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വേറെ ഒന്നും കിട്ടിയിട്ടില്ല. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവം അറിഞ്ഞ ഉടൻ പൂക്കോട്ടുംപാടം പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകളും നടത്തി. കഴിഞ്ഞ 1 മാസത്തിനിടെ കൂറ്റമ്പാറ വലംപുറം ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ മോഷണ ശ്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 തിരൂർ. പേര് ഹക്കീം, വെളിപ്പേര് ചോട്ടാ ഹക്കീം. മലപ്പുറം പൊന്നാനിയിലെ ലഹരി മാഫിയെ നിയന്ത്രിക്കുന്നത് ഈ യുവാവാണ്. മയക്കുമരുന്ന് ഇടപാടുകൾക്ക് പുറമെ കഞ്ചാവ് കൃഷിയുമുണ്ട്. വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് വീട്ടിലെ ശുചിമുറിക്കുള്ളിൽ ഹക്കീം കഞ്ചാവ് ചെടികൾ വളർത്തിയത്. രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വീട്ടിൽ നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു. ചെടികൾക്ക് പുറമെ കഞ്ചാവ് വിത്തുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. വിൽപ്പനയ്ക്കായി വീട്ടിലെ ശുചിമുറിക്കുള്ളിൽ കഞ്ചാവ് ചെടികൾ വളർത്തിയ യുവാവിനെയാണ് പൊന്നാനി പോലീസ് പിടികൂടിയത്. പുതുപ്പൊന്നാനി സ്വദേശി പൊന്നാക്കാരൻ ഹക്കീമിനെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ലഹരി വിൽപ്പനക്കാരെക്കുറിച്ച് പോലീസ് നടത്തിവന്ന രഹസ്യ അന്വേഷണത്തിനൊടുവിലാണ് ഹക്കീം വലയിലായത്.
ഇയാളുടെ വീട്ടിലെ ശുചിമുറിയിലെ ചട്ടികളിൽ വളർത്തിയിരുന്ന 25ഓളം കഞ്ചാവ് തൈകൾ പോലീസ് കണ്ടെത്തി. ചെടികൾക്ക് പുറമെ കഞ്ചാവ് വിത്തുകളും ഇയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. 8 വർഷം മുമ്പ് നടന്ന വാഹനാപകടത്തിൽ വലത് കാൽപാദം നഷ്ടപ്പെട്ട ഭിന്നശേഷിക്കാരനായ ഹക്കീം പിന്നീട് ലഹരി വിൽപ്പനയിലേക്ക് തിരിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പൊന്നാനി ഇൻസ്പെക്ടർ അഷറഫ് എസിന്റെ നിർദ്ദേശപ്രകാരം SI ആൻഡോ ഫ്രാൻസിസ്, ASI എലിസബത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നാസർ, സിവിൽ പോലീസ് ഓഫീസർമാരായ കൃപേഷ്, ഹരിപ്രസാദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമലയിൽ അഭിഷേക ശേഷമുള്ള നെയ്യ് വിൽപ്പനയിലെ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടു. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പാലക്കാട് കുലിക്കല്ലൂരിൽ ഓട്ടോറിക്ഷയിൽ വെച്ച് അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയത് പിടികൂടി പട്ടാമ്പി എക്സൈസ് സംഘം. സംഭവത്തിൽ ചുണ്ടമ്പറ്റ സ്വദേശി നീനിബിനെ അറസ്റ്റ് ചെയ്തു. ഉപദേശവും വിമർശനവും നമുക്ക് പൊതുവെ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല, അല്ലേ? നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല, ദേഷ്യവും അഹങ്കാരവും നല്ലതല്ല, അവരോട് നിനക്ക് ക്ഷമിക്കാമായിരിക്കും. എത്ര പ്രിയപ്പെട്ടവരാണേലും ഇങ്ങനെ തിരുത്തി തരുന്നത് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അയാൾക്ക് എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ കുറ്റപ്പെടുത്തുമെന്നാകും പലരും ചിന്തിക്കുക. ഇതുപോലെ വിമർശിക്കുന്നവരോട് ചിലപ്പോൾ ദേഷ്യം തോന്നാം. എന്നാൽ നമ്മളെ അവർ തിരുത്താൻ ശ്രമിച്ചത് ഒറ്റപ്പെടുത്താനോ ഒഴിവാക്കാനോ അല്ല, ചേർത്തു പിടിക്കാനാണ്. അങ്ങനെ നമ്മൾ തനിച്ചിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്നവരെ പോലെ തന്നെ വിമർശിക്കുന്നവരെയും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും കഴിയണം. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.